യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആലപ്പുഴയിൽ നടന്ന ലാത്തിച്ചാർജിനെ പറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എസ്.പിക്ക് നൽകിയ പരാതി അന്വേഷണത്തിനായി അഡീഷണൽ എസ്.പിക്ക് കൈമാറി. അതേസമയം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം വൈകുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് വീണ്ടും കോടതിയെ സമീപിക്കും. കളക്ടറേറ്റ് മാർച്ചിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ടടിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം.പി. പ്രവീണിന് തലയ്ക്ക് 8 കുത്തിക്കെട്ടുണ്ട്. ശരീരത്തിൽ 40ഓളം മുറിവുകളും. ജില്ലാ ജനറൽ സെക്രട്ടറി മേഘാ രഞ്ജിത്തിനും തലയ്ക്ക് സാരമായി പരിക്കുണ്ട്. ഇരുവരും തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയിലെ പരുക്കുകൾ ഗുരുതരമാണ്. മേഘയുടെ പെടലിക്കുള്ള പരിക്കും വോമിറ്റിങ്ങും ശക്തമായി തുടരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയേക്കുന്നത്. പരിക്കേറ്റ മറ്റു പ്രവർത്തകർ ആശുപത്രി വിട്ടു. ക്രൂരമർദ്ദനത്തെപ്പറ്റി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എസ്.പി. ചൈത്ര തെരേസ ജോണിന് പരാതി നൽകിയിരുന്നു. അന്വേഷണത്തിനായി എസ്.പി. എ.എസ്.പിയെ ചുമതലപ്പെടുത്തി. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ കോടതി നിർദ്ദേശപ്രകാരം ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിട്ട് മാസം 1 ആകാറായി. ഉദ്യോഗസ്ഥരുടെ മൊഴി പോലും ഇതുവരെ എടുത്തിട്ടില്ല. പോലീസിനെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.